ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ബാരേജ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പെരിയാറിലൂടെ ഒരുപാട് വെള്ളം ഇതുവഴി ഒഴുകിപ്പോയി. ഒരുപാട് മാറ്റവും ഇവിടെ ഉണ്ടായി. ഈ ബാരേജിന് പകരം തൊട്ടടുത്ത് വലിയ പാലം സർക്കാർ നിർമ്മിച്ചു. പക്ഷേ മാറ്റമില്ലാത്ത ഒന്നുണ്ട് ഇവിടെ. ഈ കാണുന്ന KSEBയുടെ ഭൂതത്താൻകെട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. കൃത്യമായി പറഞ്ഞാൽ 2016 ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ഇവിടെ നിന്ന് 24 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ നാളിതുവരെ ഇവിടെ നിന്ന് 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണോ ഒരു വെള്ളാനെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി കാണിച്ചു കൊടുക്കാം. ദേ ഇവിടെയുണ്ട് ഭൂതത്താൻകെട്ടിൽ KSEBയുടെ കഴിവുകേടിന്റെ ഒന്നാം തരം ഒരു ഉദാഹരണം. പെരിയാറിലെ വെള്ളം ഇതുവഴിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇതിലൂടെ കൊണ്ടുവന്ന് നേരെ കാണുന്ന പവർ സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഈ പവർ സ്റ്റേഷനിൽ 3 ബൾബ് ടർബൈനുകളാണ് ഉണ്ടാകുന്നത്. 8 മെഗാവാട്ട് വീതം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവ. ചൈനയിൽ നിന്നാണ് ആ ബൾബ് ടർബൈനുകൾ ഇറക്കുമതി ചെയ്യേണ്ടിയിരുന്നത്. അതടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ഇപ്പോൾ ഈ പദ്ധതി തന്നെ പെരുവഴിയിൽ കിടക്കുകയാണ്. ഈ കണക്കുകൾ പറയും ബാക്കി. ലളിതമായി പറഞ്ഞാൽ ഒരു വർഷം ഇവിടെ നിന്ന് 9 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് പ്രതീക്ഷിക്കുന്നത്. ശരാശരി ഒരു യൂണിറ്റിന് 5 രൂപ കണക്കാക്കിയാൽ വർഷം കിട്ടേണ്ടത് 45 കോടി രൂപയുടെ വൈദ്യുതി. പറഞ്ഞതുപോലെ 2016 ഇത് കമ്മീഷൻ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നുവരെ കുറഞ്ഞത് 400 കോടി രൂപയുടെ വൈദ്യുതിയെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാമായിരുന്നു. അത്തരമൊരു പദ്ധതിയാണ് ഈ കിടപ്പ് കിടക്കുന്നത്. ആ പദ്ധതി വിഭാവനം ചെയ്യുന്ന കാലത്ത് തന്നെ വലിയ വിവാദം ഉണ്ടായതാണ്. അതായത് പെരിയാറിൻ്റെ വലതുകരയിലെ വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വനമേഖല വെട്ടി തകർത്തിട്ടാണ് ആ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. അത് ഒരു ചൈനീസ് പദ്ധതിയാണ്, ബൾബ് ടർബൈൻ എന്ന് പറയുന്ന പദ്ധതി. ബൾബ് ടർബൈൻ പദ്ധതി ഇന്ത്യയിലാകെ തമിഴ്നാട്ടിൽ പൂനൂരിൽ മാത്രമാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇനി എന്താണ് ഈ പദ്ധതിക്ക് സംഭവിച്ചതെന്ന് അന്വേഷിക്കുമ്പോഴാണ് രസകരമായ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. കരാർ കമ്പനിയാണ് ഒന്നാമത്തെ ഉത്തരവാദി. അവരെ നിയന്ത്രിക്കാനും തിരുത്താനും KSEBയും സമയത്തിടപെട്ടില്ല. സിവിൽ ജോലികൾ ഇഴഞ്ഞും വലിഞ്ഞും ഏതാണ്ട് തീർന്നു. ഇനി വരേണ്ടത് ടർബൈനും ജനറേറ്ററുകളുമാണ്. അവ വർഷങ്ങൾക്ക് മുൻപേ ചൈനയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. പഴയ കരാർ പ്രകാരം 12 കോടി രൂപയായിരുന്നു ചെലവ്. ഇന്നത് 20 കോടി കഴിഞ്ഞു. ജനറേറ്റർ റീകണ്ടീഷനിങ് ചെലവ് കൂടി വേണമെന്നാണ് ചൈനീസ് കമ്പനിയുടെ പുതിയ ആവശ്യം. ഇതിലൊക്കെ ആര് തീരുമാനമെടുക്കുമെന്നതിലാണ് ഇനി തർക്കമുള്ളത്. കോടികൾ വെള്ളത്തിൽ കലക്കിയ ഈ പദ്ധതിയിൽ നിന്ന് എന്നായിരിക്കും നമ്മുടെ KSEBക്ക് 1 യൂണിറ്റ് വൈദ്യുതിയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക? ആർക്കും കൃത്യമായ ഒരു ഉത്തരവും നൽകാൻ കഴിയുന്നില്ല. അത്ര വലിയ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ KSEBക്ക് സംഭവിച്ചിരിക്കുന്നത്. ഭൂതത്താൻകെട്ടിൽ നിന്നും ക്യാമറാമാൻ ബിനു തോമസിനൊപ്പം വിനിൽ, മാതൃഭൂമി ന്യൂസ്.